السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഉഹദ് യുദ്ധം കഴിഞ്ഞ് അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു. കുതിരപ്പുറത്തേറി മുസ്ലിമീങ്ങൾ താമസിക്കുന്ന, മുസ്ലിമീങ്ങൾ ഒളിഞ്ഞു നിൽക്കുന്ന ഭാഗത്തെത്തി അബൂ സുഫിയാന്റെ ഉച്ചത്തിലുള്ള ചോദ്യം, അഫിൽ ഖൗമി മുഹമ്മദ്, ഈ കൂട്ടത്തിൽ മുഹമ്മദുണ്ടോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് മൗനം പാലിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ഉടനെ അബൂ സുഫിയാന്റെ രണ്ടാമത്തെ ചോദ്യം, ഈ കൂട്ടത്തിൽ അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടോ? അതിനും സ്വഹാബാക്കൾ മൗനം പാലിച്ചു. മൂന്നാമത്തെ ചോദ്യം, അഫിൽ ഖൗമി ഉമർ, ഉമർ ഈ കൂട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ? മറുപടിയൊന്നും ലഭിക്കാതെ വന്നപ്പോൾ അബൂ സുഫിയാൻ മുശ്രിക്കീങ്ങളുടെ അരികിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയുകയാണ്, എങ്കിൽ നമുക്ക് ആഹ്ലാദിക്കാം, മുഹമ്മദും അബൂബക്കറും ഉമറും മരണപ്പെട്ടിരിക്കുന്നു, ഉഹദിൽ വിജയം പ്രാപിക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ആ ശബ്ദം കേട്ട് സഹിക്കാൻ കഴിയാത്ത മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് മറുപടി നൽകുകയാണ്, വല്ലാഹി കദബ്ത യാ അദുവല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ ശത്രു, നീ പറഞ്ഞത് കളവാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കറും ഉമറുമെല്ലാം ജീവനോടുകൂടി തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് മറുപടി നൽകുകയാണ്. അത് കേട്ട ഉടനെ അബൂ സുഫിയാന്റെ മറുപടി, ഹുബുൽ, ഹുബുലത്ര ഉന്നതൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് മറുപടി നൽകുവാൻ പറയുകയാണ്. സ്വഹാബാക്കൾ മറുപടി നൽകി, അല്ലാഹു അലാ വ അജൽ, അല്ലാഹുവാണ് അല, അല്ലാഹു ആകുന്നു ഏറ്റവും ഉന്നതൻ, അവൻ തന്നെയാകുന്നു അജൽ. അത് കേട്ട ഉടനെ അബൂ സുഫിയാൻ മുസ്ലിമീങ്ങളെ നേരെ നോക്കി പറയുകയാണ്, ലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സ എന്ന ദൈവമുണ്ട്, എന്നാൽ മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് ആരാധിക്കുവാൻ, നിങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഉസ്സ ഇല്ലല്ലോ എന്ന് മറുപടി നൽകുമ്പോൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്ന് മുശ്രിക്കീങ്ങൾക്കുള്ള മറുപടിയായിക്കൊണ്ട് സ്വഹാബാക്കൾ പറയുകയാണ്, അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും, ഞങ്ങളുടെ മൗല അല്ലാഹുവാണ്, ഞങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് തേടുവാനും ഞങ്ങൾക്ക് ആരാധനകൾ അർപ്പിക്കുവാനുമെല്ലാം ഏകനായിട്ടുള്ള റബ്ബ് മാത്രം മതി എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനം സ്വഹാബാക്കൾ അവിടെ നടത്തുമ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ നേതാവായിട്ടുള്ള അബൂ സുഫിയാൻ പറയുകയാണ്, എങ്കിൽ അറിയുക, ബദറിന് പകരം ഇതാ ഉഹദ്, ഞങ്ങളുടെ അബൂ ത്വാലിബിന് പകരം ഇതാ നിങ്ങളുടെ ഹംസയുടെ കണ്ണുകൾ ചൂഴ്ന്ന് കാതുകൾ അറുത്തുമാറ്റി കുടൽമാലകൾ പുറത്തേക്കെടുത്ത് ഇവിടെ കിടക്കുകയാണ്, പ്രതികാരം തീർത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾ മറുപടി നൽകി, എങ്കിൽ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബദറിൽ മരണപ്പെട്ടവർ നരകത്തിലും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർ ഉന്നതമായ സ്വർഗത്തിലുമാണ്. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട ആവശ്യമില്ല. ഉജ്ജ്വലമായ ഒരു ആദർശം നെഞ്ചിലേറ്റിയവരാണവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച ഉന്നതമായ മഹത്തായ ആദർശത്തെ നെഞ്ചിലേറ്റുവാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ്. എന്തു പ്രയാസങ്ങൾ വന്നാലും എന്തു പ്രതിസന്ധികൾ വന്നാലും ആ ആദർശത്തിൽ നിന്ന് ഒരു അണുമണി തൂക്കം പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനമായിരിക്കണം MSM സംഘടിപ്പിക്കുന്ന 19ാമത് പ്രോഫ്കോണിന്റെ രണ്ടാമത്തെ ദിവസത്തിന്റെ സമാപനത്തിലേക്ക് നമ്മൾ കുറിക്കുമ്പോൾ ആ പ്രഖ്യാപനമായിരിക്കണം നമ്മുടെ നെഞ്ചുകളിൽ നിന്ന് പുറത്തേക്ക് ഗമിക്കേണ്ടത്. മരുഭൂമിയിൽ മലർത്തിക്കിടത്തി വസ്ത്രമില്ലാതെ വലിയ പാറക്കല്ലുകൾ നെഞ്ചിലേക്ക് കയറ്റിവെച്ച്, ഉരുളൻ കല്ലുകൾ നെഞ്ചിലേക്ക് കയറ്റിവെച്ച്, ചാട്ടവാറുകൾ കൊണ്ട് പൊതിരെ തല്ലുമ്പോഴും ഒരു തുള്ളി വെള്ളം ചോദിക്കുമ്പോൾ
വായിലേക്ക് കാർക്കിച്ചു തുപ്പുന്ന രംഗങ്ങൾ വരെ ചരിത്രം സാക്ഷിയാക്കിയ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച ആദർശമായിരിക്കണം സഹോദരന്മാരെ ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രഖ്യാപിക്കുവാനുള്ളത്. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ആരാധനകളും എല്ലാം ഏകനായ റബ്ബിനോട് മാത്രം, ആ റബ്ബിനു മാത്രമായിരിക്കണമെന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനം നടത്തുവാൻ നമുക്ക് സാധിക്കണം. അതേ രൂപത്തിൽ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ നെഞ്ചകത്തേറ്റുവാൻ മക്ക വിജയം കഴിഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, എവിടെയാണ് ബിലാൽ? കറുകറുത്ത വസ്ത്രം ധരിച്ച, കറുകറുത്ത വിരൂപിയായിട്ടുള്ള വികൃതമായ രൂപമുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോടായി പറയുന്നു, ബിലാലെ, ഇസ്ലാമിന്റെ വിജയമന്ത്രങ്ങൾ കഅബയുടെ മുകളിലേക്ക് കയറി നീ പ്രഖ്യാപിക്കണം. എന്റെ ചുമലിൽ ചവിട്ടി കഅബയുടെ മുകളിലേക്ക് കയറി ഇസ്ലാമിന്റെ വിജയമന്ത്രം പ്രഖ്യാപിക്കൂ ബിലാൽ എന്ന് പറയുമ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നനയുകയാണ്. ചുവന്നു തുടിക്കുന്ന പ്രവാചകന്റെ ഭൂമേനിയിൽ ചവിട്ടി കഅബയുടെ മുകളിലേക്ക് കയറണമെന്ന് കേട്ടപ്പോ മഹാനായ സ്വഹാബിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കറുകറുത്ത കാലുകൾ കൊണ്ട്, വിളറിയ കാലുകൾ കൊണ്ട്, ഒട്ടകത്തിന്റെ കാഷ്ടം ചവിട്ടുന്ന കാലുകൾ കൊണ്ട് പ്രവാചകന്റെ ഭൂമേനിയിൽ ചവിട്ടുകയോ സഹിക്കാൻ കഴിഞ്ഞില്ല മഹാനായ സ്വഹാബിക്ക്. കഅബയിൽ കത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ മുകളിലേക്ക് കയറി ഇസ്ലാമിന്റെ വിജയമന്ത്രങ്ങൾ പ്രഖ്യാപിച്ച മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഒരാവർത്തി കേട്ടവരാണ് നമ്മൾ. ആ ജീവിതത്തെ നെഞ്ചകത്തേറ്റുവാൻ വികാരങ്ങൾക്കപ്പുറം വിചാരത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹോദരന്മാരെ ഈ വൈകിയ വേളയിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം മുഹ്സിനുകളായി തീരുവാൻ പടച്ചറബ്ബ് നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം തന്നെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ മുഹ്സിനുകളാരാണെന്ന് അറിയുവാൻ. ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നമ്മൾ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും പടച്ചറബ്ബ് നമ്മളെ കാണുന്നു എന്ന ബോധ്യം സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ വേണം. ഏത് നിമിഷത്തിലും പടച്ചറബ്ബ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യം. ഈ MSM സംഘടിപ്പിക്കുന്ന 19ാമത് പ്രോഫ്കോണിന്റെ 2ാമത്തെ ദിവസത്തിന്റെ സമാപനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ MSMന്റെ പ്രോഫ്കോണിന്റെ ഓരോ നിമിഷങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നത്, സഹോദരന്മാരെ, തിരിച്ചു നടക്കുവാൻ, തിരിച്ചറിവിന്റെ തീരങ്ങളിലേക്ക് തിരിച്ചു മടങ്ങുവാൻ സമയമായില്ലേ സഹോദരന്മാരെ എന്ന ചോദ്യമായിരിക്കണം നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ടത്. കേരളത്തിലെ 1000കണക്കിന് മാതാപിതാക്കളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് പൊടിച്ചുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യം, ഇന്നു രാത്രി എങ്ങാനും എന്റെ മകന്റെ വീട്ടിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഒന്ന് സന്തോഷത്തോടുകൂടി കിടന്നുറങ്ങാമായിരുന്നു. ഡിഗ്രികൾ ഉണ്ടവന്, ബിരുദങ്ങൾ ഉണ്ടവന്, പക്ഷേ അവൻ എന്റെ വീട്ടിലേക്ക് വന്നാൽ എനിക്ക് സമാധാനത്തോടുകൂടി ഒന്ന് അന്തിയുറങ്ങുവാൻ പോലും കഴിയില്ല എന്ന് ആയിരക്കണക്കിന് അമ്മമാര് കരയുന്നുണ്ടുവെങ്കിൽ പ്രോഫ്കോൺ തിരിച്ചു വിളിക്കുകയാണ്. മാതാവിനെ സ്നേഹിക്കുന്ന അവർക്ക് കാരുണ്യത്തിന്റെ ചിറകൾ വിരിക്കുന്ന ഒരു സമൂഹം വളർന്നു വരേണ്ടതുണ്ട്. തിന്മകൾ പെരുകുന്ന ലോകത്ത് മദ്യത്തിന്റെ പിറകെ പോകുന്ന, രാസതീർത്ഥം കുടിച്ചാമാശയം വീർത്ത് മാത്രാവബോധം മറഞ്ഞ പേക്കുട്ടികൾ കേരളത്തിൽ വളർന്നു വരുന്ന യുവാക്കളെ സംബന്ധിച്ച് ആധുനിക കവികൾക്ക് പോലും പറയേണ്ടി വന്നുവെങ്കിൽ MSM നിങ്ങളെ ക്ഷണിക്കുന്നത്, പ്രോഫ്കോൺ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നത് മദ്യത്തിന്റെ ചഷകങ്ങളിൽ നിന്നും സമാധാനത്തിന്റെ തീരങ്ങളിലേക്കാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, തിരിച്ചു നടക്കുവാൻ നമുക്ക് സമയമായിട്ടുണ്ട് എന്നാണ്. വളരെ ഗൗരവത്തോടുകൂടി തന്നെ സഹോദരന്മാരെ, ഓരോ നിമിഷങ്ങളും നിങ്ങളോട് സംവദിച്ച, ഇവിടെയുള്ള ഓരോ നിമിഷങ്ങളും നിങ്ങളോട് പറഞ്ഞത് തിരിച്ചുവിളികളായിരുന്നു, ചില തിരിച്ചറിവുകളായിരുന്നു. അതിലേക്ക് കടക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തെ കണ്ടുമുട്ടുന്നത് വരെ തളർന്നിരിക്കുവാൻ, പിന്മാറുവാൻ ഒരുക്കമല്ല നമ്മൾ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനങ്ങൾ ചെയ്ത, ഒരുപാട് കാലം സേവനം ചെയ്ത മഹാനായ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, റബിആ, നിനക്കെന്താവശ്യമുണ്ട്, നിനക്കെന്തു വേണം, എന്നോട് ചോദിക്കൂ എന്ന് പറയുമ്പോ മഹാനായ സ്വഹാബി തിരിച്ചു ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, വലിയ കൊട്ടാരം, ഉന്നതമായ ഫ്ലാറ്റുകൾ, മേൽത്തരം വാഹനങ്ങൾ അല്ല റസൂലേ, ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗമാണ്, റബ്ബിന്റെ ഉന്നതമായ സ്വർഗമാണ്. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സിനും വിഭാവനം ചെയ്യാൻ കഴിയാത്ത റബ്ബിന്റെ ഉന്നതമായ സ്വർഗമല്ലാതെ മറ്റു ലക്ഷ്യങ്ങളില്ല റസൂലേ എന്ന് പറഞ്ഞുവെങ്കിൽ സഹോദരന്മാരെ,
വിശ്രമിക്കുവാൻ നമുക്ക് സമയമില്ല. സ്വർഗത്തിന് വേണ്ടി പോരാടുവാൻ ഒരുങ്ങേണ്ടതുണ്ട് നമ്മൾ. മഹാനായ ഹബ്ബാബ് പോയ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകുവാനുള്ളത്. ബിലാൽ റളിയല്ലാഹു അൻഹു കടന്ന സ്വർഗത്തിലേക്കാണ് നമുക്ക് കടക്കുവാനുള്ളത്. ആ സ്വർഗത്തിന് വേണ്ടി അവർ പോരാടിയ പോലെ ആത്മാർത്ഥമായി പോരാടുവാൻ, പണിയെടുക്കുവാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ആ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പടച്ചിറപ്പിനെ കണ്ടുമുട്ടുന്ന ദിവസം ഗൗരവത്തോടു കൂടി ആലോചിക്കുക. നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് വെള്ളം നൽകിയ, നമുക്ക് വായു നൽകിയ പടച്ചിറപ്പിനെ കണ്ടുമുട്ടും. ബിഗൈരി ഹാത്തത്തിൻ വലാ കൈഫിയ്യ കമാ നതക ബിഹി കിതാബു റബ്ബിനാ വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. മറകളില്ലാതെ പടച്ചിറപ്പിനെ കണ്ടുമുട്ടുന്ന, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം സഹോദരന്മാരെ കടന്നു വരാനുണ്ട്. ആ ദിവസത്തെ കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും. എന്നെ പടച്ച റബ്ബ്, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ, ആ റബ്ബ് കണ്ടുമുട്ടുന്ന ദിവസം, മലക്കുകൾ അണിയണിയായി കടന്നു വരുന്ന ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ ഗൗരവത്തിൽ ആലോചിക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു ദിവസത്തെ, അങ്ങനെ ഒരു നിമിഷത്തെ കുറിച്ച് ചിന്തിക്കുവാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? എനിക്കെന്റെ റബ്ബിനെ കണ്ടുമുട്ടണം, എനിക്കെന്റെ പടച്ച റബ്ബിനെ കണ്ടുമുട്ടണം എന്ന ആത്മാർത്ഥമായ ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? എങ്കിൽ പ്രോഫ്കോണിന്റെ രണ്ടാമത്തെ ദിവസം അവസാനത്തിലേക്ക് നടക്കുമ്പോൾ ഗൗരവത്തിൽ ചിന്തിക്കണം. സഹോദരന്മാരെ, പടച്ച റബ്ബിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുവാൻ എന്തുകൊണ്ട് ഇത്രയും കാലം നമ്മൾ പ്രാർത്ഥിച്ചില്ല? എന്തുകൊണ്ട് ഇത്രയും കാലം നമ്മൾ ചിന്തിച്ചില്ല? പലതും കാണാൻ കൊതിച്ചവരാണ് നമ്മൾ, പലതും കാണുന്നതിന് വേണ്ടി രാത്രി ഉറക്കമിളച്ചവരാണ് നമ്മൾ, പലതും കാണുന്നതിന് വേണ്ടി അലാറം വെച്ചുകൊണ്ട് എഴുന്നേറ്റവരാണ് നമ്മൾ. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്കെന്റെ റബ്ബിനെ കാണണമല്ലോ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ആത്മാർത്ഥമായി ചിന്തിക്കുവാൻ സഹോദരന്മാരെ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി പോരാടുവാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഇന്നി റഅയ്തുൽ ജന്ന ഫതനാവൽതു മിൻഹാ ഉൻഖൂദാ വലൗ അഖദ്തഹു ലഅഖൽതും മാ ബഖിയത്തിദ് ദുനിയാ. ഞാൻ എന്റെ സ്വർഗം, ആ സ്വർഗം എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. സുന്ദരമായ മുഴുത്ത മുന്തിരിക്കുലകൾ കുലച്ചു നിൽക്കുന്ന സ്വർഗത്തിലേക്ക് അത് പറിച്ചെടുക്കുവാൻ ഞാൻ എന്റെ കൈകൾ നീട്ടി. ഞാൻ എങ്ങാനും ഒരു മുന്തിരിക്കുല കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്ക് കടിക്കുവാനും അത് തന്നെ മതിയാകുമായിരുന്നു. സഹോദരന്മാരെ, നക്ഷത്ര സമാനമായ കോപ്പകൾ ഒരുക്കി വച്ചിരിക്കുന്ന തേനിന്റെ രുചിയുള്ള, പാലിന്റെ നിറമുള്ള ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട ഹൗലുൽ കൗസറിനെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ, അതിനെ സംബന്ധിച്ച് ആഗ്രഹിക്കുവാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. മദ്യം നുകരുന്ന ചുണ്ടുകൾ കൊണ്ട്, ലഹരി ആസ്വദിക്കുന്ന ചുണ്ടുകൾ കൊണ്ട് ഹൗലുൽ കൗസറിൽ നിന്ന് തേൻ നുകരാമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഹറാമ് കാണുന്ന കണ്ണുകൾ കൊണ്ട്, ഹറാമ് കാണുന്ന, അശ്ലീലതകൾ കാണുന്ന കണ്ണുകൾ കൊണ്ട് സ്വർഗത്തിന്റെ സുന്ദരമായ കാഴ്ചകൾ അതങ്ങ് ആസ്വദിച്ചു കളയാമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിക്കുക സഹോദരന്മാരെ. എന്തുണ്ട് കൈകളിൽ? എത്ര നമസ്കാരങ്ങളുണ്ട്, എത്ര നോമ്പുകളുണ്ട്, എത്ര പ്രവർത്തനങ്ങളുണ്ട്? ഇന്നു ഞാൻ മരിച്ചാൽ എന്തുണ്ട് എന്റെ കൈകളിൽ എന്ന ആത്മാർത്ഥമായ ചോദ്യം നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ചരിത്രം ഒരുപാട് കേട്ടവരാണ് നമ്മൾ. ഇസ്ലാമിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാനായ സ്വഹാബി വര്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകെ നടന്നു. പലപ്പോഴും രാത്രിയെ 3 ഭാഗമാക്കി തിരിച്ചു. ആദ്യത്തെ പകുതിയിൽ കിടന്നുറങ്ങും, പിന്നീട് അന്ന് പഠിച്ച ഖുർആനിന്റെ ആയത്തുകളും റസൂലിന്റെ ഹദീസുകളും മനഃപ്പാടമാക്കും. അടുത്ത ഭാഗം എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കും. മഹാനായ സ്വഹാബി മരണാസന്നമായി കിടക്കുമ്പോൾ ചെറിയ കുഞ്ഞിനെ പോലെ കരയുകയാണ്. ദുനിയാവിന്റെ വിഷയത്തിലല്ല കരച്ചിൽ, എന്റെ മരണത്തിന് ശേഷം എന്റെ മക്കളുടെ അവസ്ഥ എന്ത്, അതിനു വേണ്ടിയിട്ടല്ല കരച്ചിൽ, എന്റെ സ്വത്ത് എങ്ങനെ വീതിക്കും, അതല്ല അദ്ദേഹത്തിന്റെ സങ്കടം. മഹാനായ സ്വഹാബി പറയുന്നത്, ഒരുപാട് യാത്രയുണ്ട് എനിക്ക്. ഖബറും കടന്ന്, മഹ്ശറും കടന്ന്, വിചാരണക്ക് നിൽക്കുന്ന ദിവസവും കടന്ന്, സ്വർഗനരകത്തിലേക്ക് ആളുകളെ വേർതിരിക്കുന്ന ഒരു ദിവസത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. പക്ഷേ കൈകളിൽ പാതയങ്ങളില്ല, കൈകളിൽ, എന്റെ കൈകളിൽ അമലുകളില്ല. ജീവിതം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി മാറ്റിവെച്ച മഹാനായ പണ്ഡിതന്റെ അവസാനത്തെ വാക്കുകളാണ്. കൈകളിൽ ഒന്നുമില്ല റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ. അല്ലയോ അബൂ ഹുറൈറ, 60 വർഷം 50 വർഷം എന്റെ വായു ശ്വസിച്ച്, എന്റെ വെള്ളം കുടിച്ച്, എന്റെ അനുഗ്രഹങ്ങളെല്ലാം നുകർന്നു ജീവിച്ചിട്ട് പകരമെന്തു നൽകിയടോ എന്നെന്റെ റബ്ബ് ചോദിച്ചാൽ എന്റെ കൈകളിൽ ഒന്നുമില്ല എന്ന
ചോദ്യമാണ് അദ്ദേഹത്തെ കരയിപ്പിച്ചതെങ്കിൽ ചിന്തിക്കുക സഹോദരന്മാരെ, എന്തുണ്ട് കൈകളിൽ, എന്തുണ്ട് കൈകളിൽ. ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പുഴുക്കുത്തരിക്കുന്ന നിമിഷങ്ങളല്ലാതെ, മാലോകരോട് പറയാൻ കഴിയാത്ത ആയിരക്കണക്കിന് കഥകളല്ലാതെ, അശ്ലീലതകളും തോന്നിവാസങ്ങളുമല്ലാതെ എന്തുണ്ട് നമ്മുടെ കൈകളിൽ. രാത്രി എഴുന്നേറ്റുള്ള നമസ്കാരങ്ങളുണ്ടോ? ഇല്ല എങ്കിൽ തുടങ്ങുവാൻ സാധിക്കണം. രാത്രി എഴുന്നേറ്റുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം. സ്വതക്കുകളുണ്ടോ നമ്മുടെ കൈകളിൽ? പാപങ്ങളെ സഹായിച്ച കണക്കുകളുണ്ടോ? ഒന്നുമില്ല എങ്കിൽ ഒരു പുതിയ ജീവിതം ഇവിടെ നമ്മൾ കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മാറുവാൻ സമയമുണ്ട്. പലരും പുച്ഛിച്ചവരാണ്, പലരും കളിയാക്കിയവരാണ്, പല ആളുകളും കടന്നു വന്നു. പക്ഷേ പരിഹാസത്തോടു കൂടി പോയി തിരിച്ചുപോയി. എന്നാൽ നരകത്തിന്റെ വക്കിൽ വെച്ചുകൊണ്ട് നരകത്തിന്റെ അവകാശികൾ പറയുന്ന വാക്ക് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അന്ന് കേട്ടപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നുവെങ്കിൽ, ബുദ്ധി കൊടുത്തൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഇന്നിതാ കത്തിയാളുന്ന നരകം ഉഗ്രകോപം നിമിത്തം സ്വയം പൊട്ടിത്തെറിക്കുന്ന ഭീകരമായ കറുകറുത്ത നരകത്തിൽ പതിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടില്ലായിരുന്നു എന്ന് നരകത്തിന്റെ അവകാശികൾ പറയും. പ്രോഫ്കോണിൽ സംഘടിച്ച സഹോദരന്മാരെ, അന്ന് കരയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുവാൻ പാടില്ല. അന്ന് വിരൽ കടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുവാൻ പാടില്ല. അന്ന് കണ്ണുനീര് ഒഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് കേൾക്കുവാൻ, പഠിക്കുവാൻ, ചിന്തിക്കുവാൻ ഈ പ്രോഫ്കോൺ ഒരു അവസരമായി തീരണമെന്ന് ആത്മാർത്ഥമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മാറിയേ തീരൂ, നമ്മുടെ ജീവിതം മാറ്റിയേ തീരൂ. മാതാപിതാക്കളുള്ള പെരുമാറ്റം മാറിയേ തീരൂ. മദ്യം നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ, ലഹരി നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ മാറ്റിവെക്കാം. നമുക്ക് പ്രവാചകന്റെ ഹദീസുകളെ നെഞ്ചോട് ചേർക്കാം. കൂട്ടുകാരനായി ഖുർആനിനെ തെരഞ്ഞെടുക്കാം. ഇവിടെ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരാളും ശബ്ദിക്കാതെ നിശബ്ദമായിരുന്നു കൊണ്ട് കേൾക്കാൻ ഒരുക്കമായിരുന്നു നമ്മൾ. ആ ഖുർആനിന്റെ മാധുര്യം ആസ്വദിക്കുവാൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, പലരും പ്രോഫ്കോണിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് ആദ്യമായി കൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത്. പരിശുദ്ധ ഖുർആൻ ഒന്ന് പേജുകൾ മറിച്ചു നോക്കിയിട്ട് പോലും ദിവസങ്ങൾ കടന്നുപോയിട്ടുള്ള സഹോദരന്മാരുണ്ട്. അവിടെ നിന്ന് മാറിയേ തീരൂ. പരിശുദ്ധ ഖുർആനുമായി നമ്മുടെ ഹൃദയത്തെ ഒന്ന് കോർത്തിണക്കുവാൻ ഈ വൈകിയ വേളയിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, പ്രോഫ്കോണിന്റെ ദിനരാത്രങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള അവസാനത്തെ സന്ദേശം, ഇവിടെ കേട്ട കാര്യങ്ങൾ സാക്ഷിയാണ്. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും കടന്നു വരും. സംസാരിക്കുന്ന ഞാൻ കടന്നു വരും. എല്ലാവരും സാക്ഷികളാകുന്ന ദിവസത്തിൽ നമ്മുടെ നാവിന് സീല് വെക്കും, നമ്മുടെ കൈകൾ സംസാരിക്കും, കാലുകൾ അതിന് സാക്ഷി പറയും. എത്ര നിഷേധിച്ചാലും, എത്ര വരില്ല എന്ന് പറഞ്ഞാലും, എത്ര ധിക്കാരത്തോടു കൂടി നടന്നാലും പടച്ച റബ്ബ് പരലോകത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്ന് അഹങ്കാരത്തോടുകൂടി തലകൾ ഉയർത്തി നടക്കാം. ധിക്കാരത്തോടുകൂടി ഖുർആൻ കേട്ടാലും ഹദീസ് കേട്ടാലും ധിക്കാരത്തോടുകൂടി തലതിരിച്ച് നടക്കാം. പക്ഷേ പരലോകത്ത് നിന്ദത കാരണത്താൽ തല താഴ്ത്തിയവരായി എത്ര വലിയ ധിക്കാരിയും എത്ര വലിയ അഹങ്കാരിയും തല താഴ്ത്തി നിന്ദനായിക്കൊണ്ട് പടച്ചറബിന്റെ മുന്നിൽ കടന്നു വരും. നമ്മൾ മറച്ചു വച്ചത് മാലോകരറിയുന്ന നിമിഷം, തലയിൽ നിന്ന് വിയർപ്പു തുള്ളികൾ 60 മുഴം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന നിമിഷം. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് സ്നേഹിക്കാം പടച്ചറബിന്റെ മാർഗത്തിൽ. വജബത്ത് മഹബ്ബതി അൽ മുതഹാബ്ബീന ഫിയ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ചിരിക്കുന്നവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുന്നവർ, അല്ലാഹുവിന്റെ ഇഷ്ടം നിർബന്ധമാണെങ്കിൽ നമ്മൾ വെറുതെ സംഘടിക്കാൻ വേണ്ടി സംഘടിച്ചവരല്ല. നേരെ മറിച്ച് റബ്ബിന്റെ ഇഷ്ടത്തിനു വേണ്ടി, പടച്ച റബ്ബിന്റെ ഇഷ്ടത്തിനു വേണ്ടി, അല്ലാഹുവിന്റെ ഇഷ്ടത്തിനു വേണ്ടി സംഘടിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുവാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്നിച്ചിരിക്കുവാൻ ആത്മാർത്ഥമായി, ഒരൊറ്റ ചങ്ങാത്തമായി, ആദർശബന്ധമായി, ഹൃദയങ്ങൾ തീർത്ത ആത്മബന്ധമായി മുന്നോട്ടു ഗമിക്കാൻ, തിന്മകൾ പെരുകുന്ന ലോകത്ത്, ശിർക്കിനെതിരെ ശക്തികൾ അധികരിച്ചു വരുന്ന ലോകത്ത് ഒരു വെള്ളപ്പാച്ചിലായി തിന്മകൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെതിരെ ഒരു മെഴുകുതി വെട്ടമാണ് നമ്മുടെ കൈകളിലുള്ളതെങ്കിലും അതുമായി പോരാടാൻ ആദർശബന്ധം
ബന്ധമുള്ള ആദർശബോധമുള്ള ഒരു സമൂഹമായി തീരുവാൻ നമുക്ക് സാധിക്കണം. സ്വർഗത്തിന് വേണ്ടി കൊതിക്കുക, നരകത്തെ പേടിക്കുക, റബ്ബിനോട് നിരന്തരമായി അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി ചോദിക്കുക. അള്ളാഹു തആല ഇവിടെ ഒരുമിച്ച് കൂടിയ പോലെ അവന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാം നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.